വിഷു സ്പെഷ്യൽ കണി നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അപ്പൊ രാവിലെ എണ്ണിട്ട് കണിയൊക്കെ കണ്ട്, പിന്നെ കൃഷ്ണന്റെ ഫോട്ടോ നമ്മുടെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് തൽക്കാലം ടിവിയിൽ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ കണി കണ്ടത്. അതിന്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, മൊത്തത്തിൽ തിരക്കായിപ്പോയി. ഞാനിപ്പോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ടാണ്. വീട്ടിലെല്ലാരും വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് മൊത്തത്തിൽ തിരക്കായിപ്പോയി. വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഉള്ളൊരു സമയവും കിട്ടിയില്ല. പിന്നെ നമ്മൾ മറക്കാതെ വീഡിയോസ് ഒക്കെ മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഫുള്ള് വിശേഷമാണ് കേട്ടോ ഈ വീഡിയോയില്. അപ്പൊ രാവിലെ ഞങ്ങൾ കുളിച്ചൊക്കെ റെഡിയായി അമ്പലത്തിൽ പോയി. എല്ലാരും കൂടെ അനിയന്മാരും കുഞ്ഞമ്മയും അമ്മയും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നല്ലൊരു കണി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിന്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ ഫോണകത്ത് അലൗഡല്ല. പിന്നെ കണി മാത്രമല്ല, അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു വിഷു കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. തമ്മനത്തുള്ള ശ്രീകൃഷ്ണസ്വാമി അമ്പലത്തിലാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കുന്നത്. കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തില്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഇന്ന് ഞങ്ങൾ മൊത്തം കറങ്ങി നടക്കാനാണ് പ്ലാൻ. പിള്ളേർ ആദ്യമായിട്ടാണ് ഞങ്ങൾ എറണാകുളത്തോട്ട് മാറിയതിനു ശേഷം വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും മിസ്സാക്കാതെ മാക്സിമം സ്പോട്ടുകൾ പിടിക്കുക എന്നുള്ളതാണ് കേട്ടോ ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ നല്ല സൂപ്പർ കോഫിയൊക്കെ കുടിച്ച് താഴെ ഇറങ്ങിയപ്പോൾ ഒരു ഐസ്ക്രീം കണ്ട് അതും മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ അടുത്ത് കൊച്ചുപ്പയുടെ ഒക്കെ വീടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി കുറച്ചു നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഒരു പായസമൊക്കെ കുടിച്ചിട്ട് എന്നിട്ട് വീട്ടിൽ പോയി കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഞങ്ങളിതേ ഇപ്പൊ ഫോറം മാളിലോട്ട് പോവാണ്. പ്ലാനൊക്കെ കുറെ ചെയ്തെന്നുണ്ടെങ്കിലും വെയിലത്തോട്ട് ഇറങ്ങി നടക്കാൻ ഞങ്ങൾക്ക് ആർക്കും അത്ര ധൈര്യം പോരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ബി ആക്കി സിനിമയ്ക്ക് പോയി. സിനിമയ്ക്ക് കയറിയപ്പോഴേ ഒരു 1:30 ആയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല വിശന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാ പോയത്. അവിടെ ഭാഗ്യത്തിന് ഒരു ലാഗും വന്നില്ല കേട്ടോ. അവിടുന്ന് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. എന്നിട്ട് നമ്മൾ മറൈൻ ഡ്രൈവ് പോയി. കറക്റ്റ് സൺസെറ്റിന്റെ ടൈം ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല രസമായിരുന്നു. പിള്ളേർ ഇന്നലെ വന്നപ്പോ തൊട്ട് പറയുന്നുണ്ട്, വാ നമുക്ക് മറൈൻ ഡ്രൈവ് പോകാന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെയും പോയി ആ സൺസെറ്റ് ഒക്കെ ഒന്ന് കണ്ട് കുറച്ചൊക്കെ നടന്ന് കണ്ടിട്ട് നമ്മൾ അടുത്ത ആക്ടിവിറ്റി പിടിക്കാൻ പോയി. വാട്ടർ മെട്രോയിൽ കയറുന്നതും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്റെ ഫോണും അങ്ങ് ഓഫായി. പിന്നെ ബാക്കി വീഡിയോ ഒക്കെ ഞാൻ ഗുജുവിന്റെ ഫോണിൽ അങ്ങ് എടുത്ത്. ഇവിടെ നേരെ വൈപ്പിനിലോട്ടാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പം ഒരാൾക്ക് 40 രൂപയാണ് പ്രൈസ് വന്നത്. നിങ്ങൾ ഇതുവരെ കയറിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാനുള്ളതുണ്ട് കേട്ടോ വാട്ടർ മെട്രോ. കയറിയപ്പോഴത്തേക്കും നല്ല രീതിക്ക് അങ്ങ് ഇരുട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും ആ ഒരു വൈബ് കിട്ടിയില്ല. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം പകൽ സമയത്ത് തന്നെ പോകാൻ നോക്കുക. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ. പിള്ളേർക്ക് അതിന്റെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ കുറെ കപ്പലൊക്കെ കണ്ടപ്പോഴത്തേക്കും ആ വിഷമമൊക്കെ അങ്ങ് മാറി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വൈപ്പിനിലെത്തി. സ്വാതി എപ്പോഴത്തേക്കും കാറിൽ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ കാണാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് പട്ടിയൊക്കെ കുറച്ചുകൊണ്ട് വന്നു. അത് കണ്ട് ഞങ്ങൾ വെറുതെ ഒന്ന് പേടിച്ച് അപ്പൊ തന്നെ വണ്ടി കയറി വളപ്പ് ബീച്ചിലോട്ട് വന്ന്. പിള്ളേർക്ക് പറ്റിയ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുറച്ചു നേരം നിന്ന് കളിച്ചിട്ട് ആട്ടിക്കോട്. ഞങ്ങളെല്ലാം ഈ ഊഞ്ഞാലിലൊക്കെ കയറിയിരുന്ന ആടി കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരം. അപ്പൊ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളും ധൈര്യമായിട്ട് അടിക്കും. പിന്നെ അവിടെ ഈ ടൈമിലും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒന്ന് വിഷു ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കുന്നത്. പിന്നെ സൈഡിൽ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ 3 പേര് അവിടെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. കുളിസീൻ പിന്നെ നമ്മൾ എടുക്കുന്ന മോശമാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇവര് നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ വന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്തെ ഒരു കടയിൽ പോയി ലൈമൊക്കെ കുടിച്ചു. ഇവിടെ കുറെ കടകളുണ്ട് കേട്ടോ. ഇവിടെ ഏത് കടയിൽ കയറിയാലും നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന പരിപാടികൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരം ബോർഡും ബ്ലോയും അങ്ങനെ പല പല കാര്യങ്ങളും. പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത്ര ആളുണ്ടായിരുന്നില്ല, ഫില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലൈം മാത്രം കുടിച്ചിട്ട് അങ്ങ് പോയി. പോകുന്ന വഴിക്ക് തന്നെ ക്യൂൻ സ്പ്രേയിൽ പോയി ഐലോ കൊച്ചിയുടെ ഫ്രണ്ടിൽ 2 ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.